കേരളത്തിൻ്റെ പേര് കേരളം എന്നാക്കി കേന്ദ്രമന്ത്രിസഭയും അംഗീകരിച്ചിരിക്കുന്നു. ഇനി അത് കേരള നിയമസഭ ഒന്നുകൂടെ പാസ്സാക്കി കേന്ദ്രത്തിലേക്ക് തിരിച്ചയച്ച് കേന്ദ്രം ഒന്നുകൂടെ പാസ്സാക്കണം, ലോകസഭയും രാജ്യസഭയും. ഓക്കെ വെരി ഗുഡ്. പിന്നെ ഈ പേര് ഇങ്ങനെ ആക്കാതിരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന് ഉഷാ ഉതുപ്പ് പാടുന്ന ഒരു മലയാളം ഉണ്ടല്ലോ, ആ മലയാളത്തിൽ നമുക്കും പാടാം എൻ്റെ കേരളം ഭയങ്കര സുന്ദരം എന്ന് നമുക്ക് പാടാം. അത് കേരളം ആയാലും കേരള ആയാലും കേരൾ ആയാലും പിന്നെ സംഗതികൾ ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതോ വ്യത്യാസമുണ്ടോ? കേരളം ഇനി പിന്നെ ഹിന്ദിയിൽ എങ്ങനെ പറയും? കേരളം സ്റ്റേറ്റ് മേം. ഇംഗ്ലീഷിൽ കേരളം സ്റ്റേറ്റ് ഈസ് ഇൻ സൗത്ത് ഇന്ത്യ. കേരളം ചീഫ് മിനിസ്റ്റർ, കേരളം നേറ്റീവ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു അസൗകര്യം വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഈ പേരിൽ അത്ര വലിയ കാര്യമുണ്ടോ? റോസ് ഈസ് എ റോസ് ബൈ എനി അതർ നെയിം എന്നാണ് ഷേക്സ്പിയർ പോലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേരളത്തിൻ്റെ പേര് കേരളം എന്ന് തന്നെയാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാം മനസ്സിലിരിക്കുന്നത്, എല്ലാവരുടെയും മനസ്സിലുള്ളത്. അത് കേരളമായാലും കേരള ആയാലും കേരൾ ആയാലും ഒരു പ്രശ്നവും ഉള്ളതായിട്ട് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രശ്നം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്നോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, മാറ്റുന്നതിനൊരു വിരോധവുമില്ല. പക്ഷേ മാറ്റത്തിൻ്റെ പിന്നെ മാറ്റത്തിനനുസരിച്ച് വൊക്കാബുലറിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കേരള നേറ്റീവ്, അപ്പോൾ എങ്ങനെ പറയും? ഹീസ് എ കേരളം നേറ്റീവ്, അല്ലെങ്കിൽ ഹീസ് എ കേരളം മാൻ. അതുതന്നെയാണ് ശശി തരൂരും പറഞ്ഞിരിക്കുന്നത്. കേരളമൈറ്റ്, കേരളീയൻ എന്നുള്ളത് ഇനി എന്ത് പറയും? കേരളമൈറ്റ്. പിന്നെ ഇങ്ങനെ പറയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടെന്ന് കരുതി മാറ്റുന്നതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെയുള്ള ചില പിന്നെ അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ മദ്രാസ് എന്ന നല്ല പേര് ചെന്നൈ എന്നാക്കിയപ്പം ഒരു വാസം പറഞ്ഞാൽ ഒരു മദ്രാസ് എത്ര നല്ല പേരായിരുന്നു. ചെന്നൈ ആണെങ്കിൽ ഒരു അർത്ഥമില്ലാത്തൊരു പേര്. അവർക്ക് അർത്ഥം ഉണ്ടായിരിക്കും, അവർക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കും. നേരെ മറിച്ച് പിന്നെ ചില പേരുകൾ ഇപ്പോൾ തിരുവനന്തപുരമാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു, പക്ഷേ വലിപ്പം നീളം കൂടുതൽ. നേരെ മറിച്ച് കോഴിക്കോട് എന്നുള്ളത് കാലിക്കറ്റ് എത്ര മനോഹരമായ പേരാണ്. കാലിക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ കോഴിക്കോട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നീളവും കൂടി പറയാൻ ബുദ്ധിമുട്ട്, ആ പഴയ ഒരു അസ്വസ്ഥത വരുന്നു. അപ്പോൾ പേരേതായാലും കുഴപ്പമില്ല, പക്ഷേ അത് ഭംഗിയുള്ള പേര് ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ കൂടെ നഗരമായ കാലിക്കറ്റിൻ്റെ പേര് കോഴിക്കോട് എന്ന് ആക്കിയത്. കൊച്ചി കൊച്ചി. അപ്പോൾ എന്തായാലും പിന്നെ ഈ പേരുമാറ്റത്തിന് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ഇപ്പം നമ്മളറിയാം, പിന്നെ കേരളത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കേരളവും മലയാളവും മലയാളി ഇതെല്ലാം ഒരു സിനോനിം പോലെ, പര്യായപദം പോലെയാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറ്. മലയാളി എന്ന് പറഞ്ഞാൽ മലയാളം പറയുന്നയാൾ, അപ്പം മലയാള ഭാഷ സംസാരിക്കുന്നയാൾ. പിന്നെ അങ്ങനെ പറയുമ്പം പിന്നെ കേരളത്തിൽ ജീവിക്കുന്ന അയ്യർമാർ, ഷേണായിമാർ, ഗുജറാത്തികൾ ഇവരൊക്കെ മലയാളികളാണ്, കാരണം അവരെല്ലാം മലയാളം പറയുന്നവരാണ്. അതേസമയം തന്നെ അവർ മലയാളികളാണോ? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മലയാളി എന്ന് പറയുന്നത് കേരളീയൻ, കേരളത്തിൻ്റെ മണ്ണിൻ്റെ മകൻ, കേരളത്തിൽ ജനിച്ചയാൾ, കേരളത്തിൻ്റെ മണ്ണിൻ്റെ മക്കൾ, അവരെവിടെ ജനിച്ചാലും ആ രീതിയിലാണ് നമ്മൾ കേരളീയനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മലയാളി എന്ന് പറയുമ്പം ചെറിയൊരു വ്യത്യാസമുണ്ട് മലയാളിയും കേരളീയനും. എന്തായാലും ഈ ചെറിയ വ്യത്യാസങ്ങളുടെയൊക്കെ പേര് മാറ്റുന്നതിനോട് എനിക്ക് അത്ര വലിയ ഒരനുഭവം തോന്നിയിട്ടില്ല. മാറ്റരുതെന്ന് ഒരർത്ഥവും ഇല്ലതാനും. അതുപോലെ തന്നെ ഈ ചരിത്ര സ്മാരകങ്ങൾ ഈ പലയിടത്തും ഇവിടെയൊക്കെ ഈ പിന്നെ സൗത്ത് കരോലിനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോൺഫെഡറേറ്റ് സ്റ്റേറ്റിൻ്റെ എന്തോ കാര്യപ്പെട്ട അന്നത്തെ സൈന്യാധിപൻ റോബർട്ട് ലീ, അദ്ദേഹത്തിൻ്റെ പ്രതിമയും അവിടെ കൊളംബിയ, അവരുടെ പിന്നെ തലസ്ഥാനമായ കൊളംബിയയിലുണ്ടായിരുന്നത്. അന്ന് നിക്കി ഹേലി ഗവർണർ അവരത് മ്യൂസിയത്തിലേക്ക് മാറ്റി, അതിനെതിരെ പിന്നെ പ്രതിഷേധം വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അതിനെ ഈ ചരിത്ര സ്മാരകങ്ങളോടൊക്കെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ടോ വാസ്തവത്തിൽ? അത് ആ ചരിത്ര സ്മാരകങ്ങൾ അവിടെ ഇരിക്കണം. ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. അത് പിന്നെ എവിടെ ഇരിക്കണമെന്ന് ഓഫ് കോഴ്സ് കാലാനുസൃതമായിട്ട് തീരുമാനിക്കാം. ആളുകളുടെ സഹിഷ്ണുത അനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കേരളം എന്നുള്ള പേര് എല്ലായിടത്തും കേരളമായി കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്. കേരളം നേറ്റീവ്, കേരളം എവിടെ പോകുന്നു? ഞാൻ കേരളത്തിൽ പോകുന്നു, കേരളത്തിൽ അല്ല, ഇതിലൊന്നും മാറ്റം വരില്ല എന്ന് നമുക്കറിയാം. ഇതെല്ലാം ഏട്ടിലെ പശുവാണ്. പിന്നെ കടലാസിൽ ഇങ്ങനെയൊക്കെ എഴുതുന്നതായിരിക്കാം പിന്നെ ഉദ്ദേശിക്കുന്നതും. അങ്ങനെ അതിലപ്പുറത്തേക്ക് ഇത് പോകാനും പോകുന്നില്ല. കാരണം ഏതൊരു ഭാഷയും ഏതൊരു പേരും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെയാണോ ഈസിയായിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്രയോഗിക്കാൻ കഴിയുന്നത്, ആ രീതിയിലാണ് അത് നിലനിൽക്കുക. ആരെന്ത് പറഞ്ഞാലും
എത്ര കേമപ്പെട്ട ഇത് പറഞ്ഞാലും ഇപ്പോൾ സംസ്കൃതമോ ലാറ്റിനോ ഒക്കെ നിന്നുപോയെങ്കിൽ, ഇല്ലാതായിപ്പോയെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഷയായി മാറി. ജനങ്ങൾക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാവുന്ന, അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഭാഷയായി മാറി. അതുകൊണ്ട് അത് ഈ പോപ്പുലർ ഭാഷയായി മാറിയില്ല, ജനകീയമായില്ല. നേരെ മറിച്ച് ഇംഗ്ലീഷ് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് കേരളത്തിൽ നിലനിൽക്കുന്നു. നേരെ മറിച്ച് കേരളത്തിന് പുറത്ത് ചെന്നാലോ ഒരു ബോർഡ് വായിക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം മഹാരാഷ്ട്രയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബോർഡ് വായിക്കണമെങ്കിൽ എന്തോ ചെയ്യും? ഒരു മാർഗ്ഗമില്ല. ഇംഗ്ലീഷാണെങ്കിൽ എല്ലായിടത്തും വായിക്കാം. ഈവൻ ഹിന്ദി ആണെങ്കിൽ കൂടി നമുക്ക് വായിക്കാം. ഇപ്പം ബംഗാളിയിലോ തെലുങ്കിലോ മറാഠിയിലോ ഒക്കെ എഴുതി വെച്ചാൽ നമുക്ക് വായിക്കാനും പറ്റില്ല. ഇപ്പം എല്ലാ ഭാഷയും നമുക്ക് പഠിക്കാനും പറ്റില്ലല്ലോ. എന്തായാലും ഈ ഭാഷയിലെ ഈ മാറ്റം നമുക്ക് സ്വാഗതം ചെയ്യാം, സ്വാഗതം ചെയ്യാതിരിക്കാം. സ്വാഗതം ചെയ്തേക്കാം. ഇപ്പം നമുക്കെന്താ പ്രശ്നം? എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന് നമുക്കങ്ങ് ആർത്തു പാടിക്കളയാം.